സ്നേഹമുള്ളവരെ, രണ്ടാമത് അൽറുഹ ബൈബിൾ കൺവെൻഷൻ്റെ അവസാന ദിവസം, സമാപന ദിവസത്തിൽ ഈ മണിക്കൂറിൽ നമ്മോട് വചനം പങ്കുവയ്ക്കാനായിട്ട് വന്നിരിക്കുക ബഹുമാനപ്പെട്ട സാബു അങ്കമാലി ബ്രദറാണ്. ഈ സാബു ബ്രദർ ഇവിടെ അച്ഛൻ 2020 വന്ന് ഇവിടെ ഈ ഒരു ധ്യാന കേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ആദ്യം തുടങ്ങിയ ശുശ്രൂഷ കൗൺസിലിംഗ് ശുശ്രൂഷയാണ്. ആ നാളുകളിൽ കൊറോണ കാലഘട്ടം, ആരും പുറത്തിറങ്ങാതെ നിൽക്കുന്നൊരു സമയം. അപ്പോൾ നമ്മളിവിടെ കൗൺസിലിംഗ് ആരംഭിച്ച് ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വേണ്ടി ഇന്ന് വരുന്നത് പോലെ അന്നും വരുമായിരുന്നു, അന്ന് തന്നെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു കൗൺസിലറിനെ അന്വേഷിച്ച് ആ സമയത്താണ് പലരും സാബു ബ്രദറുടെ പേര് എന്നോട് പറയുകയും പല അനുഭവങ്ങൾ സാബു ബ്രദറുടെ അടുത്ത് പലർക്കും പോയിട്ടുണ്ടായ അനുഭവങ്ങൾ പലരും പറയുകയും അങ്ങനെയാണ് ഞാൻ ബ്രദറിനെ ആദ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ബ്രദർ വരിക. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഒരു വലിയൊരു കൃപ ആ വ്യക്തിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആലോചനപരമാണ്. പരിശുദ്ധാത്മാവോട് ആലോചന ചോദിച്ച് പല കാര്യങ്ങളും വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പറയുക. അച്ഛന് വലിയൊരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഞാൻ സാബുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു, അച്ഛൻ്റെ കാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാലിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ കാലിന് എന്തോ ഒരു രോഗപീഠ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലിന് കാര്യമായ ഇങ്ങനെ രോഗപീഠ വരികയാണ്. അത് മാസങ്ങളോളം പിന്നെ ആ രോഗം നീണ്ടു നിന്നു, അത് ഉണങ്ങാതെ. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞ് ഓർക്കുകയായിരുന്നു. അതുപോലെ ഒരു കൊച്ചു കാര്യം പറഞ്ഞതാണ്. ഇതുപോലെ പല അനുഭവങ്ങളും ഈ സെൻറ്ററിനെ പറ്റിയും ബ്രദർ പല മെസ്സേജുകൾ പറയുന്നതൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്, അതുപോലെ ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക കൃപ ആ വ്യക്തിയുടെ അടുത്ത് പോയ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ, കൗൺസിലിംഗ് അനുഭവങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പോൾ കർത്താവ് ഈ സാബു ബ്രദർ ഈ നാട്ടിൽ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു 36 രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ പോലും 1 മാസത്തോളം ഓസ്ട്രേലിയയിലായിരുന്നു. അങ്ങനെ പല സ്ഥലത്ത് പോയി കൗൺസിലിങ്ങിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു മകനാണ്. ഫുൾ ടൈം ശുശ്രൂഷകനാണ്. ഈ സമയം ഏതാനും സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. എങ്കിലും ആ ശുശ്രൂഷ സമയത്ത് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പ്രകടമായ രോഗശാന്തി, അത് ചെറുതല്ല, വലിയ രോഗശാന്തികൾ നമ്മുടെ ഈ സെൻറ്ററിൽ തന്നെ ബ്രദർ പലപ്പോഴും ക്ലാസ് എടുത്തപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷയിലും അത് സംഭവിക്കും. നമുക്കത് വിശ്വസിക്കാം. നമുക്ക് സാബു ബ്രദറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച ഒരിക്കൽ കൂടി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് വലതുകരം ഉയർത്തി ബ്രദറിൽ നിന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് കുടുംബജീവിതത്തെ, മക്കളെ, ശുശ്രൂഷ മേഖലയെല്ലാം സമർപ്പിച്ച് ഒരിക്കൽ കൂടി വലതുകരം എല്ലാ മക്കളും ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കണ്ണുകൾ ഒന്നടയ്ക്കാം. ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞത് നമ്മൾ കണ്ണ് തുറന്ന് മറ്റുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കണ്ണുകളടച്ച് ഏറ്റവും ഭയഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ചോദിക്കുന്നേക്കാളും അധികമായി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അവിടുന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നൊമ്പരങ്ങളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് 2 കരങ്ങൾ യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്, കരഞ്ഞാൽ കണ്ണുനീരൊപ്പുന്നവനാണ്. യേശു തന്നെയാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ജീവനുള്ള അപ്പമാണ് എന്ന്. ഇത് വെറും ഒരു അപ്പമല്ല, ഈ അപ്പത്തിന് നിന്നെ കാണാനുള്ളൊരു കണ്ണുണ്ട്. ഈ അപ്പത്തിന് നിന്നെ കേൾക്കാനുള്ള ചെവിയുണ്ട്.
ഈ അപ്പത്തിന് നിന്നെ മനസ്സിലാക്കാൻ മനസ്സുണ്ട്. ഈ അപ്പത്തിന് നിന്നെ തൊടാനുള്ള കൈകളുണ്ട്. ഈ അപ്പത്തിന് നിന്റെ അടുത്തേക്ക് വരാനുള്ള കാലുകളുണ്ട്. 2 കരം യേശുവിലേക്ക് നീട്ടി നമ്മളിപ്പോൾ യേശുവെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമം അധികാരമുള്ള നാമമാണ്. രോഗികളുടെ മേലിൽ കർത്താവിന് അധികാരമുണ്ട്. മരണത്തിൻ്റെ മേലിൽ കർത്താവിന് അധികാരമുണ്ട്. സാത്താൻ്റെ മേലിൽ കർത്താവിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞത്: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് റോമസഭയ്ക്ക് ലേഖനം 13:10 ഇപ്രകാരം പറഞ്ഞു: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന്. 2 കരം യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് ഒന്ന് വിളിച്ച് യേശുവേ, സ്വരമുയർത്തി ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ 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 എന്ന് സ്വരമുയർത്തി മനസ്സുയർത്തി ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ, മനസ്സുയരട്ടെ. പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. സ്വരമുയർത്തി, കരമുയർത്തി, മനസ്സുയർത്തി വിളിച്ച് യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരത്തിന്റെ കെട്ടഴിയട്ടെ, മനസ്സിന്റെ മുറിവണങ്ങട്ടെ, രോഗപീഠകൾ വിട്ടുപോകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, അതരങ്ങളുടെ കെട്ടഴിയട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന ആരാധന ആരാധന. പിതാവേ പിതാവേ പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഉറക്കം, ക്ഷീണം, തളർച്ച, പലവിചാരം, അവിശ്വാസ ചിന്ത യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, ആരാധന 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 ആരാധന. ഈശോയെ, നന്ദി നന്ദി. സ്തുതി 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 സ്തുതി. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിങ്ങളെയും ദൂരെ നിങ്ങളുടെ ഭവനങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സാത്താൻ ഒരിക്കലും തൊടാൻ പറ്റാത്ത രക്തമാണ് യേശുവിൻ്റെ രക്തം. ആ രക്തത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ആന്തരിക അവയവങ്ങൾ നനയപ്പെടാൻ, പൊതിയപ്പെടാൻ വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യേശുവിൻ്റെ രക്തത്തിൽ പൊതിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം നിങ്ങളിലും നിങ്ങൾക്കുള്ളതിലും വീണാൽ സാത്താന് പിന്നെ അതിൻ്റെ മേലിൽ അധികാരമുണ്ടാകില്ല. ഈ വിശ്വാസത്തോടെ, ഈ സ്നേഹത്തോടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈ സമയം ഈ ആലയത്തിന് ചുറ്റും, ദൂരെ നിങ്ങളുടെ ഭവനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്ക് ചുറ്റും ദൈവദൂതന്മാര്, മാലാഖമാര് പാളയമടിച്ച് എല്ലാവിധ അപകട മരണത്തിൽ നിന്നും, സാത്താൻ ഒരുക്കുന്ന കണികളിൽ നിന്നും, സാത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് സ്നേഹത്തോടൊന്ന് പ്രാർത്ഥിച്ചേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തുതി കൊടുക്കാം. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ശാന്തമായി ഇരിക്കാം. സ്വർഗത്തിൽ എത്തുന്നത് പോലത്തെ ഒരു ഹല്ലേലിയ പറഞ്ഞേ, ഒരുമിച്ച് പറയണേ. ഒരിക്കൽ കൂടി സ്വർഗത്തിൽ എത്തുന്നത് പോലത്തെ ഒരു ഹല്ലേലിയ പറഞ്ഞേ. ഒരു നല്ല കയ്യടി നമ്മുടെ കർത്താവിന് കൊടുത്ത് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം എൽ റൂഹ കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന വൻ കാര്യങ്ങളോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഒത്തിരി ദൂരെ നിന്നെല്ലാമാണ് ഇവിടെ വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വയം ഒരു മനസ്സിലൊരു തോന്നൽ തോന്നി വന്നതല്ല ഇവിടെ. പ്രത്യേകിച്ച് ദൈവം ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുവന്ന നിങ്ങൾ ഓരോരുത്തരെയും. യോഹന്നാൻ 6:44, എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് ഈശോ പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ആകർഷണമാണ് ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വിദൂരത്തു നിന്നെല്ലാം നമ്മളെ ദൈവം ഇവിടേക്ക് വിളിച്ചത് നമ്മുടെ പാപത്തിൻ്റെ കണക്കെടുക്കാനല്ല, മറിച്ച് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കർത്താവ് 7 ഇരട്ടിയായി 700 ഇരട്ടിയായി തിരിച്ചു തരുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം തെറ്റുകളും കുറ്റങ്ങളും കുറവുകൾ വന്നാലും നമുക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ ദൈവം ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. 2 തലത്തിലുള്ള മനുഷ്യർ. ഒന്ന് ദുഷ്ടരായി ജീവിക്കുന്നവർ, 2 നീതിയിൽ ജീവിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് കാണുന്നവരാണ്. നമ്മൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും കാണുന്നുണ്ട് അങ്ങനെ. അതായത് ദുഷ്ടരായി ജീവിക്കുന്നവരുണ്ട്, നീതിയിൽ ജീവിക്കുന്നവരുണ്ട്. എന്താണ് ഈ ദുഷ്ടതയിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ? അവർ ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുന്നു. അതാണ് ദുഷ്ടത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ നീതിയിൽ ജീവിക്കുന്നവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അതനുസരിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് നീതിയിൽ ജീവിക്കുന്നവർ. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം കാണുമ്പോൾ നമ്മൾ കായേലിനെയും ആബേലിനെയും കാണുന്നുണ്ട്. എന്താണ് ഈ കായേലിൻ്റെ പ്രത്യേകത? എന്താണ് ആബേലിൻ്റെ പ്രത്യേകത? 2 വ്യക്തികൾ. ഒരാൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നു, മറ്റൊരാൾ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതെ പോകുന്നു. പ്രിയമുള്ളവരെ, 2 തലത്തിലുള്ള വ്യക്തികളെയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ നീതിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളത് സങ്കീർത്തനം 1-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സങ്കീർത്തനം 1-ാം അധ്യായം, നിങ്ങൾ ഈ വചനങ്ങൾ കുറിച്ചെടുക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ ദുഷ്ടരെക്കുറിച്ചും പറയുന്നുണ്ട്, നീതിയിലുള്ളവരെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ നീതിയിൽ ജീവിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ബ്രദറെ, ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വചനം വരെ. 2 മാർഗങ്ങൾ: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികൾ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു.
നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പരുത്തുന്ന പതിരു പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കണ്ടോ, ദുഷ്ടരായി ജീവിക്കുന്നവരുടെ ജീവിത അവസാനം അത് നാശത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ നീതിയിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അവർ എന്നും ഇല കൊഴിയാത്തൊരു മരത്തെ പോലെയായിത്തീരും, എന്നും ഫലപുഷ്ടിയുള്ളവരായി മാറുന്നു. ഇങ്ങനെ രണ്ട് തലത്തിലുള്ള മനുഷ്യരെയാണ് സങ്കീർത്തകൻ 1-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ വചനം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ലിസ്റ്റിൽപ്പെട്ട ആളാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും ഈ വചനം കേൾക്കുമ്പോൾ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയരുത്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുന്ന ആളാണോ? ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്ന ആളാണോ? അതോ എൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നത്? എൻ്റെ ഇഷ്ടമനുസരിച്ചാണോ ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നത്? എങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ അന്വേഷിക്കണമെങ്കിൽ അത് എന്നും ശാശ്വതമായി മാറും എന്ന് വചനം പഠിപ്പിക്കുന്നു. ഞാനല്ല. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാൽ, ദൈവവചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സാന്നിധ്യമുണ്ടാകും. നമ്മൾ ദൈവ സാന്നിധ്യമുള്ളവരായി മാറും. എന്താണ് ദൈവ സാന്നിധ്യം? ദൈവദൂതന്മാർ പോലും വിറകിലോടെ നിൽക്കുന്നൊരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ നമ്മളിൽ വസിക്കുകയാണ്. കാരണം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു. നമുക്ക് ആരുടെ ഛായയാണ്? ഇതെന്തൊന്നും ഇണ്ടാത്ത? നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആദ്യം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മളൊരു കമൻറ്റ് പാസ്സാക്കും. എന്താണ്? ഓ, ഇതിന് അപ്പൻ്റെ ഛായ കേട്ടോ, ഇതിന് അമ്മയുടെ ഛായയാണോ? അല്ല, ഇതിന് ദൈവത്തിൻ്റെ ഛായയാണ്. കാരണം ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറൊരു മനുഷ്യനില്ല. അതുകൊണ്ടാണ് നമ്മുടെ കൈയുടെ ഒപ്പ് സ്വീകരിക്കുന്നത്. ഈ ഭൂമിയിൽ ഏകദേശം 785 കോടി ജനമുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഒരു വ്യക്തിയെ പോലെ മറ്റൊരു വ്യക്തി ഇല്ല. കുറച്ചൊക്കെ കട്ടുണ്ടാവും, പക്ഷേ ഒരിക്കലും ചേരില്ല. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ദൈവം ഈ ഭൂമിയിൽ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്നതെല്ലാം ദൈവം അവിടുന്ന് അരുൾ ചെയ്തു, ഉണ്ടാകട്ടെ, ഉണ്ടായി. ഉൽപ്പത്തി 1:3 ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. എന്നാൽ നമ്മളെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായവരല്ല ഇരിക്കുന്നത് ആരും. നമ്മളെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആരുടെ ഛായയാണ്? എന്നിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എത്ര മനോഹരമായിരിക്കുന്നു. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ മുഖത്ത് നോക്കിയല്ല, ഞാൻ മനോഹരമായിട്ട് തന്നെ ഇരിക്കണേ. ഹല്ലേലൂയ. നിങ്ങൾ പരസ്പരം ഇടതും വലുതും നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ അല്പം കാണാൻ ഭംഗിയില്ല, കളറില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈൻഡ് ചെയ്യില്ല. ഇതിനെന്തിനു കൊള്ളാം? നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ സൃഷ്ടിയോടെ നിങ്ങൾ ഈ പറയണ ലംഘിക്കുകയാണ് വചനം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഓർക്കണം, എത്ര മനോഹരമായിരിക്കണോ എന്ന്. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയാണ്, ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ പൗലോസ് കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 3:16 പറയുന്നത്,
നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എന്താണ് ആലയം എന്ന് വിളിക്കാൻ കാരണം? ദൈവം വസിക്കുന്നതും കൊണ്ടാണ് അത് ആലയം എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ ദൈവം എന്നിലുണ്ടോ? നിങ്ങൾ ഓർക്കണം, ദൈവ സാന്നിധ്യം നിറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മതിപ്പുണ്ടോ, വിലയുണ്ടോ? എന്നെ എന്തിനു കൊള്ളാം? ഞാൻ പണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒരു മണ്ടനായിട്ടാണ് ജനിച്ചതേ. ഹല്ലേലൂയ. എന്നെ ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിയില്ലല്ലോ. അന്ന് അങ്ങനെയായിരുന്നു. അന്ന് ഞാൻ ഒരു മണ്ടനായിട്ടാണ് ജനിക്കണേ. അപ്പം എന്നെ എന്തിനു കൊള്ളാം? ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ എന്നിലേക്ക് നോക്കും, എന്നെ എന്തിനു കൊള്ളാം? ഞാൻ അധികം പഠിപ്പൊന്നുമില്ലല്ലോ, എന്നെ എന്തിനു കൊള്ളാം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ, വചനം മനസ്സിലാക്കുമ്പോൾ, ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഹല്ലേലൂയ. ഇതെന്തുട്ട് ഹല്ലേലൂയ? ഓർക്കെ പറഞ്ഞേ. ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ അപ്പൻ അമ്മ അവരിലൂടെ എൻ്റെ ശരീരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ എന്നിലൊരു ജീവനുണ്ട്. ആ ജീവൻ ദൈവത്തിൻ്റെയാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ശരീരം മണ്ണിലേക്ക് പോകും, ആത്മാവ് എവിടേക്ക് പോകും? തൻ്റെ ദാതാവിലേക്ക് പോകും. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് വസിക്കുന്ന ശരീരമാണിത്. ദൈവ സാന്നിധ്യമുള്ളവരാണ് നമ്മൾ. ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു രഹസ്യം. നിങ്ങളെപ്പോഴും ദൈവ സാന്നിധ്യമുള്ളവരായി ബന്ധമുണ്ടാകണം. ദൈവ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരായി മാറണം. നിങ്ങളുടെ ഹൃദയം എപ്പോഴും കത്തണ ഹൃദയമായി മാറണം. തീയിലെ കത്തല്ല ഞാൻ പറഞ്ഞേട്ടോ, അടുപ്പിലെ കത്തലല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് നമുക്ക് ഈശോയെക്കുറിച്ചൊരു ജ്വലനമുണ്ടോ? ഉണ്ടെന്നോ? അങ്ങനെയുള്ളവരാണ് ഇരിക്കണേ. ഹല്ലേലൂയ പറഞ്ഞേ. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ ഈ വചനം കുറിച്ചെടുത്തോ. നിങ്ങൾക്ക് ഭാവിയിലേക്കൊക്കെ ആവശ്യം. അത് ഒരു കാര്യം കർത്താവ് പറഞ്ഞാൽ അത് പിന്നീട് അത് സംഭവിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തില് 12, 13, 14 തിരുവചനം സഹോദര ഒന്ന് വായിച്ചേ. ശ്രദ്ധിച്ച് കേട്ടോട്ടോ. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അതിന്റെ മുകളിൽ 12, 13, 14 12 തുടങ്ങി വായിച്ചു. 1 രാജാക്കന്മാർ 19, 12, 13. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അല്ല, ഇതിന് മുമ്പ് കൊടുങ്കാറ്റും ഉണ്ടായിരുന്നു. അത് തുടങ്ങിപ്പോട്ടെ. മോളിൽ നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തുകൊണ്ടും കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. കർത്താവില്ലായിരുന്നു. പറഞ്ഞോ, വായിച്ചോ, ഒന്നുകൂടി വായിച്ചോ. ആ വചനാണോ? താഴേക്ക് പോട്ടെ. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ പറയുകയാണ്, ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ച് എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ്. ഇത് ഏതവസ്ഥയിലാണ് ഈ ഏലിയ ഇത് പറയണതെന്നാണ് മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെപ്പോഴും ഈശോയുടെ തിരുഹൃദയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പടം നിങ്ങൾ ഇവിടെ എങ്ങനെ ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ 2 അല്ലേ ഏലിയ പറഞ്ഞേ?
നിങ്ങൾ ഈശോയുടെ തിരുഹൃദയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആ തിരുഹൃദയം എപ്പോഴും ഒരു തീയിലിരിക്കണതാണ് കാണുന്നത് അല്ലേ? ചുറ്റും ഒരു തീപ്പന്തത്തിൻ്റെ നടുക്കാണ് എന്തിരിക്കുന്നത്? ഈശോയുടെ തിരുഹൃദയം ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു കത്തലാണ്. ഈശോ ജ്വലിക്കുന്ന ആളാണ്. അപ്പം ഈശോയുടെ മക്കൾ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ തന്നെ ഇരിക്കണം. എങ്ങനെ വന്നുവോ അങ്ങനെ തന്നെ ആവണം. പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇതാണ് ഈശോ ആഗ്രഹിക്കണേ. നമ്മൾ കത്തണം. ഹല്ലേലൂയ! എന്തൊരു വചനമെന്നറിയത്. നമ്മൾ ജ്വലിക്കണം. ഇന്ന് നമുക്ക് ജ്വലിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ജോലി കിട്ടണ അന്ന് എന്തൊരു ജ്വലനമായിരിക്കും പൊന്നേ. ഹല്ലേലൂയ! നിങ്ങൾക്ക് അസാധ്യമായൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. എന്തൊരു ജ്വലനമായിരിക്കും അന്ന്. തീഷ്ണതയായിരിക്കും പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ! എന്നാൽ എന്നും ജ്വലിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മൾ ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ എമാവുസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സഹോദരൻ ഒന്ന് വായിച്ചേക്കേ. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! ഈശോ തിരുവചനം പറഞ്ഞുകൊണ്ടിരുന്ന് വിശദീകരിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. നമ്മുടെ ഹൃദയം ജ്വലിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ തിരുവചനം മനസ്സിലാക്കണം, തിരുവചനം വായിക്കണം. വചനം എന്തു പറയുന്നുവോ അത് അനുസരിക്കണം. നമ്മൾ അനുസരിക്കുന്നവർക്കുള്ളൂട്ടോ അനുഗ്രഹം. ഒന്ന് പറഞ്ഞേ. എൻ്റെ മൂത്ത് നോക്കി തന്നെ പറയണം. ഹല്ലേലൂയ! അനുസരിക്കുന്നവർക്കുള്ളൂ എന്ത്? കരയുന്ന കൊച്ചിനുള്ളു പാലെന്ന് കേട്ടിട്ടില്ലല്ലോ? അതാണ് ഈ കുഴപ്പം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമുയർത്തി പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവ സാന്നിധ്യമുള്ളവരായി മാറണം. അതാണ് ഈശോ അവിടുന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നത്. ടോക്കൺ നമ്പർ 80 താഴെയുള്ളവർ കൗൺസിലിങ്ങിന് വേണ്ടി പുറത്തേക്ക് വരിക. ഹല്ലേലൂയ! സ്വരമുയർത്തി ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, നമ്മൾ ദൈവ സാന്നിധ്യമുള്ളവരാണോ? നമ്മൾക്ക് ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും പോവാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും അറിയാത്തൊരു മനുഷ്യനാണ്. ലോകത്തിലെ 48 രാജ്യങ്ങളിൽ കർത്താവ് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും കുറവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ! എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നിൽ ഉണ്ടോ, നീ ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമായി മാറും. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായത്തിൽ പൂർവ്വ ജോസഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ എങ്ങനെ ഉണ്ടോ? ഹല്ലേലൂയ! ഈ പൂർവ്വ ജോസഫ് ഉണ്ടല്ലോ, ഒരു ദൈവാനുഗ്രഹമുള്ള ഒരാളാണ്. ദൈവ സാന്നിധ്യമുള്ള ആളാണ് പൂർവ്വ ജോസഫ്. എന്നാൽ ജോസഫ് എവിടെ പോയാലും ദൈവാനുഗ്രഹമാണ്. ജോസഫ് പോയി നിന്ന സ്ഥലം എവിടെയെന്നറിയാമോ? ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലാണ് ജോസഫ് പോയി നിന്നത്. ജോസഫിനെ കൊണ്ടുപോയി വിറ്റത്. എന്നാൽ ആ ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ, ഒരു ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ വിജാതിനായ ഒരു വ്യക്തിയുടെ ഒരു വീട്ടിലാണ് ജോസഫിനെ കൊണ്ട് ഈ സഹോദരങ്ങൾ വിറ്റത്. എന്നാൽ ജോസഫ് ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വസ്തുക്കളെയും വയലുകളെയും എല്ലാം ജോസഫിനെ നോക്കി ഈ ഹൈന്ദവനായ സഹോദരന്റെ വീടിനെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ പറയൂ. ഇന്ന് നിന്നെ നോക്കി നിന്റെ ദൈവം നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. നിന്നെ നോക്കി നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കും. നിന്നെ നോക്കി നിന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കും. നിന്നെ നോക്കി നിന്റെ ഭവന അംഗങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പറയാനുള്ള സമയം ഇവിടെ ഇല്ല, കുറച്ച് സമയമേ ഉള്ളൂ. ഒരുപാട് സംഭവങ്ങൾ. ഞാൻ ഒരിക്കൽ ഒരു 2 മാസം മുമ്പ് അങ്കമാലി ടൗണിലൂടെ പോകുമ്പോൾ എന്നെ അറിയുന്ന ഒരു സഹോദരൻ
ഈ സഹോദരൻ ഫാമിലിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, രണ്ട് മക്കൾ കൂടെയുണ്ട്. അപ്പോൾ എന്നെ അറിയും, ഞങ്ങൾ പരിചയക്കാരാണ്. അപ്പോൾ ഇവർ വിദേശത്തായിരുന്നു. അപ്പോൾ ഇവർ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഈ മോന് ഭയങ്കര വിക്കാണ്, ഭയങ്കര വിക്ക്, പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. നമുക്കറിയാം ഈ വിക്കുള്ളവരുടെ അവസ്ഥ എന്താ, 4 ആളുടെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നോക്കുമ്പോൾ ആ ടൗണിൽ തന്നെ വഴിയിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമല്ല, അത് ഒരു ടൗൺ ഏരിയ, ചന്തയാണ് പോലത്തെ ഒരു സ്ഥലം. അവിടെ നിന്ന് തന്നെ കർത്താവ് ഈ കുഞ്ഞിന് തലയിൽ കൈ വെച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. കർത്താവെ, ഈ കുഞ്ഞിൻ്റെ അതരത്തിൻ്റെ കെട്ടഴിക്കണമേ, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പോയി, അവരും പോയി. അവരൊരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് അവരുടെ രാജ്യത്ത് ചെന്നു. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഈ കുട്ടിയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടി നന്നായിട്ട് വിക്കില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ അതിൻ്റെ വീഡിയോ എടുത്ത്, ഇവൻ സംസാരിക്കുന്നത് വീഡിയോ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ധ്യാന കേന്ദ്രത്തിലല്ല പ്രാർത്ഥിച്ചത്, വഴിയിൽ വെച്ച് ഒരു ചന്തയുടെ സൈഡിൽ വെച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കുന്നുണ്ടോ? നമ്മൾ ദൈവ സാന്നിധ്യമുള്ളവരാണ് എങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും അനുഗ്രഹിക്കപ്പെടും. അതിന് എം എ വരെ ഒന്നും പഠിക്കേണ്ട, ഇത് ഇത്രയും സൈഡ് നന്നാക്കി എടുത്താൽ മതി. ഹല്ലേലൂയ, സ്വരമില്ലല്ലോ. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിനെതിരെ നീ ഒരിക്കലും പാപം ചെയ്യരുത് കേട്ടോ. പാപം ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട്. ദൈവം വസിക്കുന്ന ശരീരവും ഇത്. എൻ്റെ നോട്ടവും എൻ്റെ ചിന്തയും എൻ്റെ മനോഭാവവും എൻ്റെ പെരുമാറ്റവും എൻ്റെ പ്രവൃത്തിയിലും ദൈവ സാന്നിധ്യം ഉണ്ടാകണം. നമ്മളെ കർത്താവ് നമ്മളിലേക്ക് വരുന്നത് നമുക്ക് രക്ഷ മാത്രം തരാനല്ല, നമ്മളെ ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പറയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായം 26, 3-ാം അധ്യായം 26 ഒന്ന് വായിച്ചേ. ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളടുത്തിലേക്ക് നിയോഗിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. കേട്ടോ, ദുഷ്ടതയിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഈശോ വരുന്നത്. അനുഗ്രഹം, നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ദുഷ്ടതയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടോ? ദുഷ്ട സ്വഭാവം, ദുഷ്ടപ്രേരണ, ദുഷ്ട രീതിയിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവുമോ? എന്നാൽ ദുഷ്ടതയിൽ നിന്നും പിന്തിരിഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ. നമ്മൾ തീത്തോസ് 3-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കാമോ? ഈ വചനങ്ങളൊക്കെ നിങ്ങൾ കുറിച്ചെടുത്തൊക്കെ പരിശുദ്ധാത്മാവ് സെലക്ട് ചെയ്ത് നമുക്ക് തരുന്നതാ. ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. തീത്തോസ് 3-ാം അധ്യായത്തിൻ്റെ 3, 4, 5, 6 വചനങ്ങൾ വായിച്ചേ. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും, ശ്രദ്ധിച്ചു കേട്ടോ, തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെടുന്നവരും, പലതരം മോഹങ്ങൾക്കും സുഖചേന്ദ്രകൾക്കും അടിമപ്പെട്ടവരും, ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും, മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടില്ലേ, നമ്മൾ ആ വചനം വായിച്ചു കഴിയുമ്പോൾ ഇത് ചുമ്മാ അവിടെ ഇവിടെ ആലോചിച്ചിട്ട് വചനം വായിക്കരുത്. ഈ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥത്തോടി പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തരും. പ്രിയപ്പെട്ടവരെ, വചനം ജീവനാണ്, വചനം സൗഖ്യമാണ്, വചനം വിടുതലാണ്, വചനം ശക്തിയാണ്. വചനം നമ്മെ മാറ്റി മറയ്ക്കും. നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിക്കും. നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും.
കാരണം വചനം ദൈവമാണ്, ദൈവം വചനമാണ്. ഹല്ലേലൂയ പറഞ്ഞേൻ, ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേൻ. ഹല്ലേലൂയ. നമ്മൾ ഒരു കാലത്ത് മൂഢരായിരുന്നു, നമ്മളൊരു പ്രിയപ്പെട്ടവരെ വെറുക്കപ്പെട്ടവരായിരുന്നു, സ്വയം വെറുക്കുന്നവരായിരുന്നു, പരസ്പരം വെറുക്കുന്നവരായിരുന്നു. എന്നാൽ ഈ അവസ്ഥ, ഈ ദുഷ്ടതകളിൽ നിന്നെല്ലാം ദൈവം നമ്മെ പിന്തിരിപ്പിച്ച്, നമ്മൾ അതിൽ നിന്ന് മോചിപ്പിച്ച്, നമ്മൾ ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമാകാൻ വേണ്ടിയാണ് കർത്താവ് വിളിക്കുന്നത്. ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ ചെല്ലുന്നുവോ അവിടെ ഒരു അനുഗ്രഹമായി മാറും. നമ്മുടെ ജീവിതത്തിൽ യാതൊന്നിനൊരു കുറവില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എന്ത് ഈ ഭൂമിയിൽ നമുക്ക് അസാധ്യമാണെന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളായാലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, എനിക്കതൊന്ന് അതൊന്ന് കുറച്ച് നാളത്തേക്ക് കിട്ടിയ കൊള്ളാം ആയിരുന്നു, സ്വന്തമായിട്ടല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത നാളിലുണ്ടായൊരു സംഭവമാണ്, ഓസ്ട്രേലിയയിൽ പോണേ മുമ്പുണ്ടായ സംഭവമാണ്. ഇപ്പോൾ ഒരു പുതിയ കാർ ഇറങ്ങിയിട്ടുണ്ട്. കാറൊന്നും എനിക്കില്ല, ഇങ്ങനത്തെ കാറൊന്നും എനിക്കില്ല, നമ്മൾ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഒരു പുതിയ കോടികൾ വില വരുന്ന ഒരു കാറ്. ആ കാറിൻ്റെ പ്രത്യേകത പ്ലെയിനിൽ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ മസാജ് ചെയ്ത് തരും. ഈ വണ്ടിയുടെ അകത്ത് തന്നെ ഭയങ്കര ടെക്നോളജിയാണ്. അത് ഭയങ്കര വില കൂടിയ അംബാനി പോലുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞ്, കർത്താവ്, ഈ വണ്ടി അപ്പൻ്റെ അല്ലേ, എൻ്റെ അപ്പൻ്റെ അല്ലേ, എനിക്കിതിനകത്ത് കയറാനുള്ള അവകാശമില്ലേ? ചുമ്മാ ഇങ്ങനെ പറഞ്ഞോളൂ, അല്ലാണ്ട് സ്വന്തമാക്കാനെല്ലാം ദുർമോഹമൊന്നും എനിക്കില്ല. ഹല്ലേലൂയ. ഇത് ചുമ്മാ ഇങ്ങനെ അവതരിപ്പിച്ചു. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ മാസം ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 850 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യണം. അറ്റ്ലൈഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ പോകുന്ന അച്ഛൻ്റെ വണ്ടി ഒരു പഴക്കം ചെന്ന വണ്ടിയാണ്. അത് ആ വണ്ടിയിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, ഇത്രയും ലോങ് യാത്രയാകുമ്പോൾ. അപ്പോൾ അച്ഛൻ പലരോടും ചോദിച്ചു, വണ്ടിയൊന്നും ശരിയായില്ല. അവസാനം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പോകണുണ്ടെന്ന് ഞാൻ കേട്ടു, അച്ഛൻ ഒരു കുഴപ്പമില്ല, എൻ്റെ വണ്ടി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അച്ഛൻ വന്ന് ഇവിടുന്ന് എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകേണ്ട തലേദിവസം രാത്രി ഞാനും അച്ഛനും കൂടി ആ വണ്ടി എടുക്കാൻ ചെന്നു. ആ വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുദ്ദേശിച്ചോ കോടികൾ വില വരുന്ന ആ വണ്ടി, അതേ വണ്ടി അതാ മിറ്റത്ത് കിടക്കുന്നു. ഇത് അച്ഛൻ കേട്ടപ്പോൾ തന്നെ അച്ഛന് ഷോക്ക്. ഈ വണ്ടി ഞങ്ങൾക്ക് വേണ്ട, ഈ വണ്ടി എങ്ങനെ കൊണ്ടുപോകും? പേടിയാണ്, കാരണം ഈ വണ്ടിക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞു, ധൈര്യമായിട്ട് അച്ഛൻ കൊണ്ടുപോക്കോ. എന്തോ ദൈവം അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സാധാരണ വണ്ടിയുടെ സിസ്റ്റം അല്ല ഇതിന്, ഇതൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ വണ്ടിയും കൊണ്ട് ഞങ്ങൾ പോയി. ഞാൻ ആ വണ്ടി ഓടിച്ചു മതിയായി. ഹല്ലേലൂയ. കോടികളുടെ വില വരുന്ന വണ്ടിയിൽ ഒന്ന് ചുമ്മാ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് അംബാനിക്ക് മാത്രം ഓടിക്കാൻ പറ്റുള്ളൂ, എനിക്കെന്താ ഓടിച്ചാൽ ഞാൻ അപ്പൻ്റെ മോനല്ലേ, ഇത്രേ പറഞ്ഞുള്ളൂ. അതേ വണ്ടി എടുത്ത് നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഓടിക്കാൻ തന്നിരിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് കേട്ടോ. പൂ ചോദിച്ചാലുണ്ടല്ലോ, പൂവിന് മേലേക്ക് മേലെ കൊടുക്കുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരം ഉയർത്തി പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവ സാന്നിധ്യമുള്ളവരായി മാറണം. നമ്മൾ എന്നും ദൈവാനുഗ്രഹമുള്ളവരായി മാറണം. ഞാനുണ്ടല്ലോ, റാഫേൽ അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ, കോവിഡ് സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അന്ന് ഇവിടേക്ക് വരാൻ പേടിയായി എനിക്ക്, കാരണം ചുറ്റും കോവിഡാണ്. കാരണം ഇങ്ങോട്ടൊന്നും കടക്കാൻ പോലും പറ്റില്ല. ആ സമയത്ത് ഞങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് കുറേ മരങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ റാഫേൽ അച്ഛൻ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് 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 ഈ സ്ഥലം ദൈവ സാന്നിധ്യമുള്ളതായി മാറി. ഇന്ന് ലോകം മുഴുവനും, ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോഴും ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും എൽറൂഹയുടെ അത്ഭുത ജപമാല അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നവരെ ഞാൻ കേൾക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഒന്നും ധ്യാനിപ്പിക്കാൻ പോയിട്ടില്ലെങ്കിലും ഇതിൻ്റെ പേര് ആ രാജ്യത്തിൻ്റെ അറ്റത്ത് വരെ എത്തി. എങ്ങനെയാണ് ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം, ആ സ്ഥലം അനുഗ്രഹമായി മാറും. അതുകൊണ്ട് നിങ്ങളിൽ ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ എന്ത് വില കൊടുക്കുന്നുണ്ട്? നമ്മൾ എപ്പോഴും മുമ്പിൽ കാണുന്ന പ്രശ്നം, കർത്താവേ, എൻ്റെ കാലുവേദന ഒന്ന് മാറിക്കിട്ടോ, കൈയുടെ വേദന മാറിക്കിട്ടോ, എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഒന്ന് മാറോ.
ഇങ്ങനെ നക്കാപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ സമീപിക്കരുത് കേട്ടോ. ചോദിച്ചൊരു 1.5 കാര്യം ചോദിച്ചോളാം. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് റോക്കറ്റിൽ കയറണമെന്നേ. നടക്കാത്? ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഒരു ചുമ്മാ ഒരിക്കൽ പറഞ്ഞു കട്ടായി എനിക്ക് സ്പേസ് ഷട്ടിലൊന്ന് കയറി കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഫ്ലോറിഡയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വഴിയായിട്ട് ഞാൻ നാസയിൽ ചെന്നു. നാസയിൽ ചെന്നിട്ട് അറ്റ്ലാന്റ എന്ന സ്പേസ് ഷട്ടിൽ കയറി ആ ഡ്രസ്സൊക്കെ ഇട്ടിന്ന് കയറിയിരുന്ന് ഫോട്ടോ എടുത്ത്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ, മോശമായതൊന്നും ആഗ്രഹിക്കരുത്, നല്ലത് ആഗ്രഹിച്ചോ. അതും ക്വാളിറ്റി ഉള്ളത് ദൈവം തരുള്ളൂ. ദൈവം എപ്പോഴും കൊടുക്കുന്നത് ഇങ്ങനെ കൊള്ളില്ലാത്തതൊന്നല്ല കൊടുക്കണം, ഏറ്റവും നല്ല സാധനം കൊടുക്കുള്ളൂ. ഭക്ഷണം തന്നെ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലി ജനത്തിന് കൊടുത്ത ഇറച്ചി ഏതാ? ഏറ്റവും ടേസ്റ്റുള്ള സാധനം. പോത്തും പശുവൊന്നും അല്ല. ഹല്ലേലൂയ. അതും സമർത്ഥമായിട്ടേ കൊടുക്കുള്ളൂ. നിങ്ങളിങ്ങനെ അനുഗ്രഹിക്കപ്പെടേണ്ട ഈ ഭൂമിയിൽ. എന്നിങ്ങനെ ഇരുന്ന മതി, ഇങ്ങനെ പോയ മതിയാ. ഹല്ലേലൂയ. എന്നും നിരാശ, എന്നും ദുഃഖം, എന്നും ഇങ്ങനെ തന്നെ. പണ്ടത്തെ ചങ്കരൻ തെങ്ങ് തന്നെ. ദൈവം ജീവിക്കുന്ന ആളാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഈശോ ഇന്നും നമ്മുടെ കൂടെ അപ്പത്തിന്റെ രൂപത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 10 കൊല്ലം മുമ്പിരിക്കുന്ന ആളല്ല കേട്ടോ ഇപ്പോൾ. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇരിക്കുന്ന ആൾ തന്നെ ഇപ്പോഴും. നമ്മളിലൊരു മാറ്റം വേണം. വേണ്ടേ? മാറണ്ടായിരുന്നു. വേദന വരും. ലെഫ്റ്റ് സൈഡിലുള്ള കാലിൻ്റെ വേദന മാറിയ അടുത്ത കാലിൻ്റെ വേദന പിന്നത്തെ മാസം വരും. കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു പ്രശ്നം മാറി ഇവിടെ വന്ന് ഒരു 5 മാസത്തുമേ അടുത്ത പ്രശ്നം വരും. എന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരാൾ റോമിന്ന് വിളിച്ചേക്കാം, ഒരു ചേച്ചി വിളിക്കാൻ കാരണം ഈ സഹോദരി എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിച്ച ഒരു സഹോദരിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത് 10 കൊല്ലം മുമ്പ് പോട്ടാശ്രമത്തിൽ, 15 കൊല്ലം മുമ്പ് പോട്ടാശ്രമത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു യൂറോപ്പിൽ കർത്താവ് കൊണ്ടുപോകുന്നുണ്ട്, ഒരു ജോലി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് കിട്ടിപ്പോയതാ. പിന്നെ ഒരു ബന്ധമില്ല കേട്ടോ, ഒരു ബന്ധമില്ല. ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടാണ്, മോക്ക് ഇത്തിരി പ്രശ്നമുണ്ട് ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒരു അനുഭവം നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? നമ്മൾ വളരാൻ വേണ്ടിയാ. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാ. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നലെ ഒരു സഹോദരി ദുബായിൽ നിന്ന് വിളിച്ചിരിക്കുക, എനിക്ക് വേറെ പരിചയമുള്ള ഒരാൾ വഴിയായിട്ട്. ഭയങ്കര പ്രശ്നങ്ങളാ, നിരാശ, ദുഃഖം. അപ്പം ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് കേൾക്കണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വേദന ഈശോ ഇന്ന് കണ്ടിട്ടുണ്ട്, അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അടയാളം ഞാനിപ്പോൾ പറയാം. ഇന്ന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറ് ബ്ലൂ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, ശരിയാണോ എന്ന് ചോദിച്ചു. അയ്യോ ബ്രദർ, ഈ കടിലുണ്ടിലിരിക്കുന്ന ബ്രദർ ദുബായിലിരിക്കുന്ന ഞാൻ ഈ ഡ്രസ്സ് എങ്ങനെയാണ് കണ്ടത്? മക്കളെ, ഇങ്ങനെയാണ് ഈശോ കാണുന്നത്. ഹല്ലേലൂയ. എല്ലാ നിരാശയും മാറി. ഓ, ദൈവമുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മൾ എന്നും ഇരിക്കുന്നത് പോലെ ഇരിക്കരുത്, പോകുന്നത് പോലെ പോകരുത്, പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കരുത്. മാറ്റങ്ങൾ വേണം. ഹൃദയത്തിൻ്റെ മാറ്റം ജീവിതത്തിൻ്റെ നവീകരണമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. കയ്യടി പോലും ശരിയാവണില്ല കേട്ടോ, ആർക്കോ വേണ്ടി അടിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ യേശയുടെ പുസ്തകത്തിൽ 53:2 സഹോദര ഒരു വചനമുണ്ട്, ഒന്ന് വായിച്ചു കൊടുത്തേ. വായിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളും കൂടെ വായിക്കുന്നതും കുറിച്ചെടുക്കുന്നതൊക്കെ നല്ലതാണ്. യേശയുടെ പുസ്തകം 53:2. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാഹരമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. ആവശ്യമായ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. മതി. പ്രൈസ് ദി ലോർഡ്. അവന് എന്തുണ്ടായിരുന്നില്ല? നിങ്ങളിവിടെ ഇല്ല. ആകർഷണമായ സൗന്ദര്യം ഉണ്ടായില്ല. ആർക്കാ?
യേശുവിന് കുരിശ് തറക്കുന്ന സമയത്തുള്ള അവസ്ഥ ഈ പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, യേശുവിനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ ലോകം മുഴുവനും ഈശോയുടെ മുഖം മനുഷ്യന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കൽക്കട്ടയിലെ മദർ തെരേസയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. 5.5 അടി പൊക്കമുള്ള അമ്മ, ചുക്കി ചൊളിഞ്ഞ മുഖം, കാണാൻ ഒരു ഭംഗിയില്ല. മദർ തെരേസ മരിച്ചു. ആ സമയത്ത് തന്നെയാണ് ഡയാന രാജകുമാരി മരിച്ചു. സൗന്ദര്യവതിയായ, കേട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഹല്ലേലൂയ. ഈ ഡയാന മരിച്ചു. പ്രിയപ്പെട്ടവരെ, രണ്ടാളും ഒരേ സമയത്ത് ഒരേ സമയങ്ങളിലാണ്, ഒരേ ടൈമിനല്ല, ഒരേ ദിവസങ്ങൾ ഒന്ന് ക്യാപ്പിട്ടാണ് മരിച്ചത്. രണ്ടാളും മരിച്ചു. എന്നാൽ മദർ തെരേസയെ ലോകം മുഴുവനും മനസ്സിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഡയാനേനെ അങ്ങനെ കൊണ്ടുനടക്കാൻ ആരുടെ മനസ്സിലേക്കും കയറി പറ്റിയോ? ദൈവ സാന്നിധ്യമുള്ളായിരുന്നു മദർ തെരേസ. ഹല്ലേലൂയ പറയൂ. പ്രിയപ്പെട്ടവരെ, നീ എങ്ങനെ ഇരുന്നാലും ദൈവ സാന്നിധ്യമുള്ള ആളാണോ, നീ എന്നും അനുഗ്രഹിക്കപ്പെടും ഭൂമിയിൽ. ഹല്ലേലൂയ പറയൂ. സ്വരമുയർത്തി പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹമായി മാറണം. എന്നും ഇങ്ങനെ ഇരുന്നാൽ പോരാ. കേൾക്കുന്നുണ്ടോ? നമുക്ക് മാറ്റം വരണമെന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഈ തോന്നിവാസം, ഈ കുറ്റപ്പെടുത്തൽ, വിധിക്കൽ, എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, ഞാനിങ്ങനെ ആകരുത്, എനിക്ക് വളരണം, ഞാൻ നിങ്ങളെപ്പോലെ വചനം കേട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കും, ഞാൻ ദൈവമേ നിന്നെപ്പോലെ ആകണം, എനിക്ക് നിന്നെപ്പോലെ ആകണം. ഹല്ലേലൂയ. അത് എവിടെ കിടക്കുന്നു? 1 പത്രോസ് 5-ാം അധ്യായം 1 പത്രോസ് എടുത്തേൻ. 1 പത്രോസ് 1:15 ഒന്ന് വായിക്കാമോ? മറിച്ച് നിങ്ങളെ വിളിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഓരോരുത്തരെയും പ്രവൃത്തിക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവരെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് പറയാ, അവിടുന്ന് പരിശുദ്ധനാണ്. ആരാ? ദൈവം. നമ്മളിൽ വസിക്കുന്ന ദൈവം പരിശുദ്ധനാ. നിങ്ങളും എന്താവണം? പരിശുദ്ധിയിലായിരിക്കണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധിയിലായിരിക്കണം. അതാണ് ഈശോ ഇവിടെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ, മനസ്സുയർത്തി പറഞ്ഞേ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള തിരുവചനം ഒന്നുകൂടി വായിക്കാമോ? പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദൈവത്തെ പോലെ തന്നെ നമ്മളും ആകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധരായി മാറണം, നമ്മൾ അനുഗ്രഹമുള്ളവരായി മാറണം. എന്നിലൂടെ എൻ്റെ കുടുംബം, എൻ്റെ വംശം, എൻ്റെ പാരമ്പര്യം അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ പറഞ്ഞേൻ, സ്വരമുയർത്തി പറഞ്ഞേൻ. സ്നേഹമുള്ളവരെ, എന്നിലൂടെ ഈ ദൈവത്തെ കാണുന്നവരായി ഞാൻ മാറണം. എന്നെ കാണുന്നവർ കർത്താവിനെ കാണണം, എന്നെ കേൾക്കുന്നവർ കർത്താവിനെ കേൾക്കുന്നവരായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഇതിനെ മോശമായി, നമ്മൾ ആരെയും മോശമായി കാണരുത്. നമ്മൾ ആരെയും കുറവുള്ളവരെ പോലെ കാണരുത്. ആരെയും നമ്മൾ വിധിക്കരുത്, കുറ്റപ്പെടുത്താൻ പോകരുത്. സ്നേഹമുള്ളവരെ, അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മളെ ദൈവം കുറവിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കുറവ്
കർത്താവ് നിറവാക്കി മാറ്റും. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാ കുറവുകളെയും കർത്താവ് നിറവാക്കി മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മാത്രം ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ, ഒരു അന്യനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരായി മാറരുത്. നിങ്ങൾക്കറിയാമോ, ധൂർത്തപുത്രൻ പന്നിക്കുട്ടിയിൽ കിടന്നപ്പോൾ ഒരു സുബോധം ഉണ്ടായി. എന്താണ് സുബോധം? എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര പേര് സുഭിക്ഷമായി ജീവിക്കുന്നു, ഞാൻ പന്നിക്കുട്ടി കിടക്കുന്നു. ഇതാണ് സുബോധം, ബോധം. ചിലവരെ കാണുമ്പോൾ പറയില്ലേ, നിനക്കൊരു ബോധമില്ലാത്ത പോലെ സംസാരിക്കണം എന്താണെന്ന് ചോദിക്കാറില്ലേ? നിങ്ങൾ ചോദിക്കാറില്ലേ? ഇല്ല, നിങ്ങളൊക്കെ ഡീസൻ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുബോധം ഉണ്ടാകണം നമുക്ക് എപ്പോഴും. എൻ്റെ അപ്പൻ, എനിക്കൊരു അപ്പനുണ്ട്. ഞാൻ ഇടയ്ക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, പിതാ, അപ്പോൾ ഞാൻ അപ്പൻ്റെ മോനാട്ടോ. നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? ഹല്ലേലൂയ. പറയണം. പോണ സമയത്തൊക്കെ നമ്മുടെ കൂടെ ദൈവം നമ്മുടെ കൂടെയാണ്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ 365 സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു തിരുവചനം എന്താ? ഭയപ്പെടേണ്ടെന്ന്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ശരിയാണോ? ആണോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്നാളെ ദിവസം ഞാൻ മനസ്സിലാക്കിയ, ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 330 ദിവസം അല്ലേ? 365 ദിവസമുണ്ട് ഒരു വർഷത്തിൽ. അപ്പോൾ ഓരോ ദിവസവും ഒരു വചനം, ഞാൻ ഇന്ന് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ ക്രിസ്തു വിളിച്ചിരിക്കുന്നത് യഥാർത്ഥ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. റോമ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനം ഒന്ന് വായിച്ചു നോക്കിയേ. റോമ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട, ഗലാത്തിയ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം. ഗലാത്തിയ 5:1 ഒന്ന് വായിച്ചേ. ഗലാത്തിയ 5-ാം അധ്യായം 1-ാമത്തെ വചനം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യ? നമ്മളിന്ന് സ്വാതന്ത്ര്യം ഉണ്ടോ നമുക്ക്? നമ്മളെ കൂച്ചുവിലങ്ങ് കിട്ടിയിരിക്കുന്ന മാതിരിയാണ് നമ്മുടെ രോഗം, നമ്മുടെ പ്രശ്നം ഒക്കെ. ഇങ്ങനെ വിലങ്ങ് വെക്കുന്ന കോടതിയിൽ ജയിപ്പുള്ളികളെ കൊണ്ടുപോകണാണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടോ അവർക്ക്? നിങ്ങളിവിടെ ഉണ്ടോ? പ്രിയമുള്ളവരെ, സൂര്യന് സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ടെന്നാ. ചന്ദ്രന് സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ ഭൂമിയിൽ ഒന്നിനും സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുള്ള ആർക്കാ? ദൈവമക്കൾക്കാണ്. ഹല്ലേലൂയ പറഞ്ഞേ. പാപത്തിൽ ജീവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? അവന് എപ്പോഴും ഭയം, ടെൻഷനായിരിക്കും. എൻ്റെ പാപം എപ്പോൾ പിടിക്കും, എൻ്റെ കള്ളത്തറ എപ്പോൾ പൊളിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ദൈവ സാന്നിധ്യമുള്ളവരായി മാറണം. എന്നും ഇങ്ങനെ പോകരുത്. ഈ വചനം ഒരു നിയമം നമുക്ക് തന്നിട്ടുണ്ട്, ഒരു നിയമം. അത് പാലിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹമായി മാറും. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് മലേഷ്യ വരെ 8.5 മണിക്കൂർ പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കണം. 8.5 മണിക്കൂർ. നിങ്ങളിരിക്കണ കസേര പോലെയല്ല, ചെറിയൊരു കസേരയാണ്. അതും ബെൽറ്റ് ഇട്ടിരിക്കണം. ഇങ്ങനെ ഇരിക്കണം. ഒരാൾ അപ്പുറത്തിരിപ്പുണ്ടാവും, ഇങ്ങനെ ഇരിക്കണം നമ്മൾ. അപ്പോൾ അതിനകത്ത് നിയമമാണ്, നമ്മൾ ഈ ബെൽറ്റ് ഇട്ട് ഈ 8.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അത് ഇടയ്ക്ക് നമ്മൾ ഇത് ബെൽറ്റ് ഇടാനായിട്ട് ഊരാനും പറ്റുന്നില്ല. കാരണം ജർക്കിങ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. അത് അത് മാറി മാത്രമേ ഈ ബെൽറ്റ് ഊരാൻ പറ്റുള്ളൂ. ഞാൻ പോകുന്ന ഫ്ലൈറ്റിൽ ആ സിഗ്നൽ എന്ത് ചെയ്ത് മാറിയില്ല. 8.5 മണിക്കൂറും ബെൽറ്റ് ഇട്ട് തന്നെ ഇങ്ങനെ ഇരുന്നു. ഹല്ലേലൂയ. നമ്മളെങ്ങാനും ഒന്ന് വേറെ സ്ഥലത്തൊന്നും ഇരുന്നേ, ഓ ഇവിടെ വേദന, എനിക്കില് കാല് നീട്ടല്, എന്തൊരു അസ്വസ്ഥതയാ. ഇവിടെ 8.5 മണിക്കൂർ ഇരിപ്പ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ പാലിച്ചേ പറ്റൂ. എന്തിനാ? പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. സ്നേഹമുള്ളവരെ, ഈ വചനം എന്തു പറയുന്നുവോ അത് നീ പാലിക്കണം. വചനം എന്ത് പറയുന്നുവോ അനുസരിക്കുന്ന ആൾക്കേ ഉള്ളൂ അനുഗ്രഹം.
നമ്മൾ രോഗിയായി കഴിയാൻ, നമ്മൾ ബന്ധനത്തിൽ കഴിയാൻ, ഇല്ലായ്മയിൽ കഴിയാൻ വചനം പഠിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ മക്കള് ഈ ഭൂമിയിൽ മാന്യതയോടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സകല മഹത്വത്തിന്റെ കീഴിൽ ജീവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമായി മാറണം, നമ്മൾ ദൈവ സാന്നിധ്യമുള്ളവരായി മാറണം. എൻ്റെ മകൻ UK-ലാണ്, ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ അവന് അവിടെ ഒരു ഫാമിലിയുണ്ട്, പരിചയക്കാരാണ്, ഇടവയിലുള്ളവരാണ്. അപ്പോൾ ഇവർ ഞായറാഴ്ച ദിവസമൊക്കെ കാണും, സംസാരിക്കും, ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഇവനോട് ഇവരൊന്ന് ഷെയർ ചെയ്തു. ഇങ്ങനെ ഷെയർ ചെയ്തത്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി, കുട്ടികളില്ല. ഞങ്ങൾക്ക് ജോലിയുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളില്ല. എൻ്റെ മോൻ്റെ പേര് സോളമൻ എന്നാണ്. അവനോടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇവൻ ഇത് കേട്ട വഴി ഇവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, എൻ്റെ അപ്പച്ചൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ അപ്പച്ചനോട് പറയാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇവൻ എന്നോട് പറയാൻ മറന്നുപോയി. 2 മാസം കഴിഞ്ഞ് വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടി. അപ്പം ഈ ഫാമിലി, ഈ കപ്പിൾസ് വന്നിട്ട് മോനോട് പറയാ, നിന്റെ അപ്പച്ചൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടു മോനെ സോളമ, എൻ്റെ ഭാര്യ ഗർഭിണിയായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അതിൻ്റെ ബന്ധത്തിൻ്റെ റൂട്ട്. ഇവനോട് പറഞ്ഞോളൂ, ഇവൻ ഇങ്ങനെ പറഞ്ഞോളൂ, ഞാൻ അപ്പനോട് പറഞ്ഞോളാം. ആ സമയത്ത് ദൈവം അത് കേട്ടു. ഹല്ലേലൂയ. ആ കൊച്ച് ജനിച്ചു, ആ കൊച്ചിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മകനിലൂടെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എനിക്ക് മൂത്തതൊരു ബ്രദറാണ്. ബ്രദറിൻ്റെ 2 മക്കളും ജോലിക്കാരാ. ഒരാൾ ITA ആണ്, ഒരാൾ പുറത്ത് ജോലിയാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ജോലി ചെയ്യുന്ന മകൻ്റെ പേര് റോബിൻ എന്നാണ്. അപ്പോൾ അവൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവനോട് പറയും, എടാ നിനക്ക് ഈ ജോലി ദൈവം തന്നതല്ല, നീ വിളിയുള്ള ആളാണ്, നിനക്കിതൊരു അനുഗ്രഹമുള്ള ആളാണെന്ന്. ഇപ്പം ഇവൻ്റെ ഉള്ളിൽ ഇത് കേൾക്കും പോവും. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത, എനിക്ക് വിളി ഉണ്ടാവും. ഹല്ലേലൂയ. നീ എന്ത് നല്ലത് പറയുന്നു അതേപോലെ തന്നെ സംഭവിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ഇവൻ്റെ ഉള്ളിലൊരു തോന്നൽ, ഈ ജോലി രാജിവെക്കാം. ഈ ജോലി രാജിവെച്ച് പുള്ളി ഒരു സെമിനാരിൽ പോയി. അപ്പോൾ വീട്ടുകാർ ഭയങ്കര പ്രശ്നമായി. 1.25 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ജോലി. എന്നിട്ട് വീണ്ടും പ്രശ്നം വന്നപ്പോൾ തിരിച്ചു വന്നു. 2 കൊല്ലം ജോലി ചെയ്തു. വീണ്ടും ഇവൻ സെമിനാരിൽ പോയി. അങ്ങനെ പട്ടം കിട്ടി. ഇന്ന് ഫാദർ റോബിൻ ചമ്മനിക്കാരൻ ജർമ്മനിയിലൊരു പള്ളിയിൽ വികാരിയച്ഛനെ ജോലി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എവിടെ ചെന്നാലും ദൈവം അവിടെ എന്തെങ്കിലും നട്ടു വളർത്തും. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ല, വളരെ ബുദ്ധിമുട്ടി. ഞാനൊക്കെ ആ ഷെഡുള്ള സ്ഥലങ്ങളിലാണ് കടന്നത്. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തെ കർത്താവ് ഇവിടെ ദൈവത്തിനെ ആരാധിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങി വന്നു. ഇന്നിവിടെ വരുന്നവർക്ക് എന്തുമാത്രം അനുഗ്രഹം കിട്ടുന്നത്. ഓരോ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചാണ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം നമ്മളും ദൈവ സാന്നിധ്യമുള്ളവരായി മാറണം, നമുക്കുള്ളതും ദൈവ സാന്നിധ്യമുള്ളവരായി മാറണം. നമ്മുടെ വീട് ഒരു അനുഗ്രഹമുള്ള വീടായി മാറണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ആരെയും കുറ്റം പറയുന്ന, വിധിക്കുന്ന, മദ്യം പങ്കുവയ്ക്കുന്ന കുടുംബമായി മാറരുത്. ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു വീട്ടിൽ അവിടെ എനിക്കറിയാവുന്നൊരു വീടാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ തൊട്ടടുത്തൊരു ബാർ പോലെ ഒരു സ്ഥലം. ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും ഇത് പാടില്ല, ഈ രാജ്യത്തിൻ്റെ അനുസരിച്ച് നമ്മൾ പോകാൻ പാടില്ല, നമ്മളിത് മാറ്റണം. അവർ അതനുസരിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനമെല്ലാം വിശുദ്ധമായി മാറണം.
ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു തകർച്ചയാണ് മൊബൈൽ ഫോൺ. നമ്മൾ അമിതമായിട്ട് നേരിരുന്ന് ഈ മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ തോണ്ടി 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 കൈക്ക് തേയ്മ്പ് പിടിപ്പിക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മാറണം. ആവശ്യത്തിന് ഉപയോഗിക്കാം, അനാവശ്യം നമ്മളത് നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. അപ്പം നമ്മൾ ദൈവാനുഗ്രഹമുള്ള ദൈവ സാന്നിധ്യമുള്ളവരായി നമ്മൾ മാറണം എന്നാണ് ഈശോ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച് രണ്ട് കരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ പ്രഭാതത്തിൽ ഈശോ നിന്നോട് ഇപ്രകാരമാ പറയുന്നത്. നീ ഒരു ദൈവ സാന്നിധ്യമുള്ള വ്യക്തിയായി മാറണം. നിന്റെ ഭവനം ഒരു ദൈവ സാന്നിധ്യമുള്ളവരായി മാറ്റണം. ദൈവാനുഗ്രഹമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കരുത്. മറ്റുള്ളവരിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിന്റെ ജീവിതം ദൈവത്തിന് അനുഗ്രഹമായി മാറണം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അതായിരിക്കണം നിന്റെ ജീവിതം. നിന്റെ ഇഷ്ടത്തിനല്ല നീ ജീവിതം മുൻതൂക്കം കൊടുക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ്. ആ ഉറച്ച ബോധ്യം മനസ്സിൽ നിറയട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേൻ. ചോദിക്കുന്നേക്കാൾ അധികമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, പൂ ചോദിക്കുന്നവന് പൂന്തോട്ടം കൊടുക്കുന്ന ഒരു ദൈവമാ അവിടുന്ന്. ഈ ഭൂമിയിൽ സകല മഹത്വത്തിന്റെ കീഴിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരായി കരമുയർത്തിയിരിക്കുന്നത്. എന്നും തകർച്ചയും രോഗവും ബന്ധനത്തിലും കഴിയാനല്ല നിന്റെ വിളി. നിന്റെ വിളി എന്ന് പറഞ്ഞാൽ നീ ഒരു അനുഗ്രഹമാവുന്ന വിളിയാണ് നിന്റെ വിളി. ആരോഗ്യമുള്ള ഒരു ശരീരം, സൗഖ്യമുള്ള ഒരു മനസ്സ്, അഭിഷേകം നിറഞ്ഞൊരു ജീവിതം, അനുഗ്രഹപ്രദമായ നിന്റെ ഭവനം, നിന്റെ തലമുറ, നിന്റെ വംശം ഒരു അനുഗ്രഹമായി മാറണം. അതിനു വേണ്ടി കരമുയർത്തിയൊന്ന് വിളിച്ചേൻ. യേശുവേ, 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 സ്വരമുയർത്തി വിളിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തലാഹ ബാലാഹ റിബോറിയ റിയാല മാല ശാല. കൃപ 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 നിറയട്ടെ. കൈകളടിച്ച് കൈകളടിച്ച് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശക്തിയോടെ കൈയടിച്ച് അഭിഷേകം നിറയാൻ. ബന്ധനം അഴിയട്ടെ. രോഗവീടുകൾ വിട്ടുപോകട്ടെ. വല്ലോണം കൈയടിച്ച പോരാ, ശക്തിയോടെ കൈയടിച്ച്. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ശക്തിയോടെ. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ. കരങ്ങളുയർത്തിടിച്ച് എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ദൈവജനം പോലെ ഞാൻ ചെയ്യും തന്റെ വഴിയിൽ. ഒറ്റ വിളി വിളിച്ച് സ്വരമുയർത്തി സ്വരമുയർത്തി വിളിച്ച് അപ്പാ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് ഇടത്തോട്ടും വലത്തോട്ടേക്കും കൈകൾ മാറ്റി മാറ്റി അടിച്ച് രണ്ട് കാലുകൾ മാറി മാറി ചവിട്ടി. എന്നെ എതിർക്കുന്ന
പോരാ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും തുള്ളിച്ചാടിക്കരമുയർത്തി എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ സന്തോഷത്തോടെ അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. വചനം പോലെ ഞാൻ ചെയ്യും തന്റെ വഴിയിൽ ഒറ്റ വിളിച്ചു. കൈകളടിച്ച് ശക്തിയോടെ ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും ഒന്ന് വട്ടം കറങ്ങി. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനകരമുയർത്തിച്ച് എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. വചനം പോലെ ഞാൻ ചെയ്യും തന്റെ വഴിയിൽ തന്നെ കരങ്ങൾ വീശി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചങ്കുപടി വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ശരീരത്തിൻ്റെ രോഗപീഠകൾ വിട്ടുപോകാൻ വേണ്ടി, മനസ്സിൻ്റെ മുറിവുണങ്ങാൻ വേണ്ടി, ശരീരത്തിൻ്റെ ഉള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി, നിങ്ങൾ അലട്ടുന്ന പൈശാചിക പീഡകൾ മാറിപ്പോകാൻ വേണ്ടി ഒരു 10 പേര് കേൾക്കുന്ന രീതിയിൽ സ്തുതിച്ചേ. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തലയോട്ടി സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, തലച്ചോറ് രോഗപീഠകൾ സുഖം പ്രാപിക്കട്ടെ, കണ്ണിലുള്ള രോഗപീഠകൾ സുഖം പ്രാപിക്കട്ടെ, പല്ലുവേദന മോണപഴിപ്പ് വിട്ടുപോകട്ടെ, പെടലുവേദന തൊണ്ടവേദന വിട്ടുപോകട്ടെ, പുറം വേദന നട്ടെല്ലിന്റെ രോഗം വിട്ടുപോകട്ടെ, ഹാർട്ട് രോഗികൾ വാൽവ് രോഗികൾ സുഖം പ്രാപിക്കട്ടെ, അലർജി രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, ഹാർട്ട് രോഗികൾ സുഖപ്പെടട്ടെ, വാൽവ് രോഗികൾ സുഖം പ്രാപിക്കട്ടെ, ഹൃദയത്തിൽ മുറിവേറ്റവർക്ക് സൗഖ്യം കിട്ടട്ടെ, കരൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, ഉദര സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, പാൻക്രിയാസിലുള്ള രോഗം സുഖം പ്രാപിക്കട്ടെ, കിഡ്നി രോഗികൾ സുഖം പ്രാപിക്കട്ടെ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, ലൈംഗിക രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, കാൽമുട്ടുകളിലുള്ള രോഗങ്ങൾ വിട്ടുപോകട്ടെ, അത്ഭുതങ്ങൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി ഈ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. നമ്മെ അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിന് ഏറ്റവും കൃത്യമായ രീതിയിൽ കൈയടിച്ച് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഈ സമൂഹത്തിൽ 16 പേരുടെ ശരീരത്തിലുണ്ടായ വിവിധ തരത്തിലുള്ള വേദനകള്, അസ്വസ്ഥതകള് ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തി സാക്ഷ്യപ്പെടുത്താമോ? അങ്ങനെ ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള വേദന നിങ്ങൾ കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കിക്കോ, ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. വിട്ടുപോയവര് ഒന്ന് കരമുയർത്തി സാക്ഷ്യപ്പെടുത്താമോ? 16 പേരെ ഈശോ ഇപ്പോ ഇവിടെ വെച്ച് സുഖപ്പെടുത്തിയതായി വെളിപ്പെടുത്തുന്നു. 16 പേരെ കരമൊന്ന് വീശി കാണിക്കൂ. 16 പേരെ, 16-ലധികം പേരെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞു. കൈ താത്തിയിട്ടുള്ളൂ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഈ സമൂഹത്തിൽ മെച്ചപ്പെട്ട കാഴ്ച ശക്തി നൽകി
ആരെയോ അനുഗ്രഹിക്കുന്നു. ഒരു കണ്ണിന് കാഴ്ച കുറവ്, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോന്ന്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരയുയർത്തി പിടിക്കാമോ? ഒരു കണ്ണിന് മെച്ചപ്പെട്ട കാഴ്ച ശക്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ സാക്ഷ്യം പറയണം. ആ കരം ഉയർത്തിയിരിക്കുന്ന ആള് നിങ്ങൾ ടെസ്റ്റ് നോക്കിക്കോ, ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈശോ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഇങ്ങനെയല്ല കൈയടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആർക്കോ സ്വരം ഭയങ്കര ഇടർച്ചയായിരുന്നു, അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ സ്വരം നല്ല ക്ലിയറായി നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആരെയോ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് കരം ഉയർത്തി സാക്ഷ്യപ്പെടുത്താമോ? കരം ഉയർത്തി കരം വീശി കാണിക്കാമോ? 4 പേരുടെ സ്വരതടസ്സം മാറ്റി പരിശുദ്ധാത്മാവ് ഇപ്പൊ അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോ? കൈയടി ശരിയാവണില്ല കേട്ടോ, നന്നായിട്ട് കൈയടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു പ്രതീക്ഷയില്ല, മരിച്ച മതി എന്ന് ചിന്തിക്കുന്ന 7 പേര് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഉണ്ട്. പ്രിയമുള്ളവരെ, അവർക്ക് കർത്താവ് ഇന്ന് ഒരു പുതിയ അനുഭവം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വല്ലോണം മരിച്ച മതി എന്ന് കരുതി വന്നവരാണ്. അങ്ങനെ 7 പേര് ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഈശോ മോചിപ്പിച്ചു കഴിഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോ? ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് കുമ്പിടാൻ ബുദ്ധിമുട്ടാണ്. ആ വ്യക്തി ഒന്ന് കുമ്പിട്ട് നോക്കി. ഇവിടെ കുമ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ കുമ്പിടാൻ പറ്റത്തില്ല. ഒന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് കുമ്പിട്ട് നോക്കി ആ ബുദ്ധിമുട്ടുള്ള ആള്. എന്നിട്ട് ആ വേദന ഇപ്പൊ മാറി എങ്കിലും ഒന്ന് കരയുയർത്തി പിടിക്കാമോ? ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരയുയർത്തി പിടിക്കാമോ? നിങ്ങളൊന്ന് കുമ്പിട്ട് നോക്ക്. നാട്ടു ഭയങ്കര വേദനയാണ്, ഇങ്ങനെ തിരിയാനൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്ക്, ഒന്ന് കുമ്പിട്ട് നോക്ക്, ടെസ്റ്റ് ചെയ്ത് നോക്ക്. അങ്ങനെ വ്യത്യാസം വന്ന ആരോ ഇവിടെയുണ്ട്, ഒന്ന് കരയുയർത്തി പിടിക്കാമോ? നടുവിന് നല്ല വേദനയായി ഇന്ന് ഇവിടെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരയുയർത്തി പിടിച്ച്. ആ ഒരു വ്യക്തിയെ ഈശോ പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു സഹോദരനാണ്. നിങ്ങളൊന്ന് കുമ്പിട്ട് നോക്കിയ സഹോദര, കുമ്പിട്ട് നോക്കിയ വന്നതുപോലെ തന്നെയാണോ ഞാൻ ഇപ്പോ എന്ന്? വേദന വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കി. ഉണ്ടോ? ഒന്ന് കരയുയർത്തി പിടിക്കോ? ആ സഹോദരനെ ഈശോ തൊട്ടനുഗ്രഹിച്ചതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ സമൂഹത്തില് 30-ൽ അധികം വ്യക്തികൾക്ക് ഉറക്കം ശരിയല്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഈശോ പറയുന്നു. അങ്ങനെയുള്ളവരൊന്ന് കരയുയർത്തി പിടിച്ച്. നിങ്ങൾ സന്മനസ്സനെ കരയുയർത്തിക്കോ, തമ്പുരാന്റെ മുമ്പിലാണ്. ഇങ്ങനെ വലിയോണം കപ്പങ്ങി കുത്താൻ പോകുന്നതല്ല കര ഉയർത്തുന്നത്, കരം ഇങ്ങനെയാണ് ഉയർത്തുന്നത്. ഒന്ന് കര ഉയർത്തി പിടിച്ച്. 30 വ്യക്തികളുടെ ഉറക്കത്തിന്റെ ബന്ധനം കർത്താവ് ഈ മണിക്കൂറിൽ മാറ്റിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോ? മേരി എന്ന പേര് ഈശോ വെളിപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. മേരി എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരയുയർത്തി പിടിക്കാമോ? ഭയങ്കര ദുഃഖത്തോടു കൂടി വന്ന ആളാണ്. ആ വ്യക്തിയുടെ ദുഃഖപീഠ മാറ്റി ആത്മീയ ആനന്ദം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്വരമില്ലല്ലോ. ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ കൂപ്പി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എൽറൂഗ ബൈബിൾ കൺവെൻഷനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുതരം വലതുകരം ഉയർത്താം, സാപൂർണ്ണനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ മേഖലയെല്ലാം ഒരനുഭവമായി അഭിഷേകമാകാൻ ആഗ്രഹിച്ച് 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഇത് പോരാ, ഈ സ്വരം പോരാ. സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതിക്കുന്നു. ശക്തിയോടെ സ്തുതിച്ചേ, അതിനെ തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാ. ശക്തിയോടെ ഒറ്റ വിളി വിളിച്ച ഈശോ.